നെക്സ്റ്റ് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ വരയ്ക്കുക. എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് വൈ എന്ന് ഡിനോട്ട് ചെയ്താലോ? വൈ ഈക്വൽ ടു മോഡുലസ് എക്സ് മൈനസ് 2 എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഒരു ടേബിൾ വരയ്ക്കണം ആദ്യം തന്നെ, അല്ലേ? ഒരു ടേബിൾ വരയ്ക്കണം. ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ, മോഡുലസ് ഫങ്ഷൻ, മോഡുലസ് വരുന്നൊരു ഗ്രാഫ് എപ്പോഴും ഒരു വി ഷേപ്പ് ആയിരിക്കും. ചിലപ്പോൾ മുകളിലോട്ടുള്ള വി ആയിരിക്കാം, ചില കേസുകളിൽ താഴേക്കുള്ള വി ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോഴും ഓർത്തിരിക്കണം, ഒരു വി ഷേപ്പ് ഗ്രാഫ് മോഡുലസിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ വരച്ചു വരുമ്പോൾ മനസ്സിലാവും അത്. നമ്മളെങ്ങനെ ചെയ്യണത്? എക്സിന് 0 കൊടുക്കുക, അല്ലേ? എക്സിന് 0 കൊടുത്താൽ പെട്ടെന്ന് പറയാമല്ലോ, അല്ലേ? എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്താ? ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാമല്ലോ. എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ എന്താണെന്ന് നോക്കിയേ. മോഡുലസ് 0 മൈനസ് 2 എന്ന് വരും, അല്ലേ? എക്സിന് 0 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ മോഡ് 0 മൈനസ് 2, മോഡ് മൈനസ് 2 അല്ലേ അത്? മോഡുലസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ കളയുക. സ്പീഡിൽ പറയാലോ. എക്സിന് 1 കൊടുത്താലോ? ഞാൻ ഇവിടെ സ്റ്റെപ്പ് ചെയ്താലും എഴുതി വെച്ചേക്കാം. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാലോ? വൈ ഈക്വൽ ടു മോഡുലസ് 1 മൈനസ് 2. 1 മൈനസ് 2 ദാറ്റ് ഈസ് മോഡ് മൈനസ് 1 വരും. ഇനി നമ്മൾ എക്സിന് 2 കൊടുക്കാം. വൈയുടെ വാല്യൂ എന്ത് വരും? വൈയുടെ വാല്യൂ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് 2 എന്ന് വരും. ഇവിടെ എക്സിന് 2 കൊടുത്താൽ പോരെ? മോഡ് 0 സാധാരണ 3 വരെ പോവാറുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ, 4 കൊടുക്കാം വേണമെങ്കിൽ. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ അത് എഴുതിയാലോ? എക്സിന് 3 കൊടുക്കാം. വൈയുടെ വാല്യൂ മോഡുലസ്, ഇവിടെ ഞാൻ എക്സിന് 3 കൊടുക്കാൻ പോവാണ്. മോഡ് 1 വരും, അത് 1 ആണ്. ഇനി -1 -2 -3 ഇത്രയും കൊടുത്തേക്കാം നമുക്ക്, അല്ലേ? അപ്പോൾ എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. എക്സിന് -1 കൊടുത്താൽ വൈയുടെ വാല്യൂ -1 -2, മോഡ് -3 വരും. ഇനി നിങ്ങൾ ചെയ്തോളല്ലോ, അല്ലേ? എക്സിന് -2 കൊടുക്കുക, എക്സിന് -3 കൊടുക്കുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, സ്റ്റെപ്പ് എഴുതുന്നില്ല. ഇവിടെ എക്സിന് -2 കൊടുക്കുക, നിങ്ങൾ ചെയ്ത് നോക്കണം. 4 കിട്ടും നിങ്ങൾക്ക്. എക്സിന് -3 കൊടുക്കുമ്പോൾ 5 കിട്ടും. ഇത് മതി. നമ്മൾ ഒരു വി ഷേപ്പ് ഗ്രാഫേ കിട്ടുള്ളൂ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഗ്രാഫ് ഷീറ്റ് വരയ്ക്കുക, ഗ്രാഫ് ഷീറ്റ് എടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ആദ്യം തന്നെ, അല്ലേ? 0 1 2 3 4 എക്സിട്ര. ഇവിടെ -1 -2 -3 എക്സിട്ര. ഇവിടെ വരുമ്പോൾ 1 2 3 4 5, അല്ലേ? നമ്മളിത് പ്ലോട്ട് ചെയ്യുക. ആദ്യം ഇവിടെ 0,2 കാണുന്നുണ്ടല്ലോ, അല്ലേ? 0,2 ഇവിടെയായിട്ട് വരും, അല്ലേ? ഇവിടെയായിട്ട് വരും, അറിയാമല്ലോ. ക്ലിയർ? 0,2 ഇവിടെയാണ്. നമ്മളതും പ്ലോട്ട് ചെയ്ത് വെക്കാം. ഇനി 1 1 ഉണ്ട്. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് വരും. പിന്നെ 2 0 ഉണ്ട്. 2 0 ഇവിടെയായിട്ട് വരും. 3 1 ഉണ്ട്. 3 1 ഇവിടെയായിട്ട് വരും. 3 1 ഇവിടെയായിട്ട് വരും. പിന്നെ നെഗറ്റീവ് നമ്പറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -1 3 എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. -1 3 മാർക്ക് ചെയ്തു. -2 4 മാർക്ക് ചെയ്തു. -3 5 മാർക്ക് ചെയ്തു. കിട്ടിയ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തേക്കാം, അല്ലേ? കിട്ടിയ പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്ത് നോക്കി ഒരു ലൈൻ കിട്ടും. ഇത് എവിടെ ഒരാളുണ്ടല്ലോ 3 1, ഇല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? 3 1. അതും ജോയിൻ ചെയ്യുക. ആദ്യമേ തന്നെ ഞാൻ പറയാം, മോഡുലസ് വരുന്നതിൻ്റെ ഗ്രാഫ് ഒരു വി ഷേപ്പാണ്. അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്യുക, ഒരു ലൈനായിട്ട് ഇവിടെ വരും. ഓക്കെ,
നമുക്ക് വി ആയിട്ടില്ല. അപ്പോൾ നമ്മളിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇങ്ങോട്ട് കുറേ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക. മാർക്ക് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ വി ഓൾവേസ് ഗെറ്റ് എ വി ഷേപ്പ് ഗ്രാഫ്. ഇവിടെ കിട്ടിയ പോലെ ഈ ലൈൻ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. കേട്ടില്ലേ? ഇതാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടുവിൻ്റെ ഗ്രാഫ്. സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സിന് 4 കൊടുക്കുക, 5 കൊടുക്കുക, വേണമെങ്കിൽ ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ് വേണമെങ്കിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ കിട്ടിയ പോയിന്റുകൾ ഇവിടെ നമ്മൾ എഴുതി വെക്കാം. കേട്ടല്ലോ? 1 1 0 2, കറക്റ്റ് അല്ലേ? -1 3, പിന്നെ -2 4, -3 5. കിട്ടിയ പോയിന്റുകളെല്ലാം അവിടെ എഴുതി വെക്കാം. ഇവിടെ 3 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതാണ്. ഗ്രാഫ് ഷീറ്റിൽ സ്പേസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എക്സിന് 4 കൊടുക്കുക, 5 കൊടുക്കുക, അങ്ങനെ എഴുതി. ഇതുപോലെ ടേബിളിനകത്ത് വേണമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ.